ഇപ്പോൾ ദില്ലിയിലെ കേന്ദ്രത്തിന്റെ പോലീസ് നടപടിയിൽ കോട്ടയത്ത് KSU പ്രതിഷേധം. ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സംസ്ഥാനത്തും പലയിടത്തും വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവിനെ നിലത്ത് വലിച്ചിഴച്ച പോലീസ് നടപടിയിൽ കൂടിയാണ് പ്രതിഷേധം വരുന്നത്. അഖിൽ വിവരങ്ങളുമായി. അഖിൽ, കോട്ടയത്ത് എവിടെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSUവിന്റെ പ്രതിഷേധം നടന്നിരിക്കുന്നത്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സ്മൃതി, കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് കയറിയിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനുശേഷം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിൽ പൂട്ടിയിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നതാണ്. തുടർന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. പ്രവർത്തകർ, അതായത് യൂത്ത് കോൺഗ്രസ് KSUവിന്റെ പ്രവർത്തകർ പൂർണ്ണമായും, അതായത് ഈ വാതിൽ പൂട്ടി ഇട്ടിരിക്കുകയാണ്. അതിനുള്ളിൽ നിരവധിയായ ജീവനക്കാരും ഒപ്പം തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി എത്തിയ ആളുകളുമുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ ആളുകൾ പോലും ഇതിൽ നിന്നും വിട്ടുവരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോഴും ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ വാതിൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളിൽ നിരവധി ആളുകളുണ്ട്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ 10-20ഓളം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലുണ്ട്. അവർ ഇപ്പോഴും ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒപ്പം നിരവധിയായ ജീവനക്കാർ ഇതിനുള്ളിലുണ്ട്. അവരും ഇതിനുള്ളിൽ തന്നെയാണ്. അതിന്റെ പ്രധാന വാതിൽ പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളാണെന്നാണ്. 10-20ഓളം വരുന്ന KSU പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഓടിയെത്തി ഈ വാതിൽ പൂട്ടിയിട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന അവരുടെ നേതാക്കളെ അടക്കം, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും അതിലുള്ള പോലീസിന്റെ നായാട്ടിനുമെതിരെയുള്ള ശക്തമായ പ്രതിഷേധം എന്ന് തന്നെയാണ്. കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കോ തുടർച്ചയായുള്ള പ്രതിഷേധം. ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് പൂട്ടിയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നത്. ഇപ്പോൾ 10-20 മിനിറ്റിലധികം സമയം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിൽ പൂട്ടിയിട്ടോടുകൂടി തന്നെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് പോയി. പ്രവർത്തകർ വഴങ്ങാതെ വന്നതോടെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയ പ്രവർത്തകരെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. KSUവിന്റെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് KSUവിന്റെ പ്രതിഷേധം വന്നിരിക്കുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഞങ്ങളുടെ നേതാക്കന്മാരെ ഇന്നലെ ഡൽഹി തല്ലിച്ചതച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെതിരെ KSU ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകും. വണ്ടിക്ക് മുകളിൽ ഇപ്പോൾ KSUവിന്റെ ജില്ലാധ്യക്ഷൻ നിൽക്കുകയാണ്. പോലീസ് പ്രവർത്തകർ വാഹനം കൊണ്ടുവരാൻ കഴിയുന്ന നിരവധി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ വാഹനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ആം ആദ്മിയുടെ ഒരു ഉപരോധവും നടക്കുന്നുണ്ട്. സമാനമായ 2 പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. 90 ലീഡേഴ്സ് 90 ലൈവ്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്ലക്കാർഡ് അടക്കം പിടിച്ചുകൊണ്ടാണ് KSU പ്രവർത്തകർ ഈ സഭ നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും KSUവിന്റെ ജില്ലാ അധ്യക്ഷനെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പൂട്ടിയിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. ഇപ്പോൾ എന്തായാലും ഹെഡ് പോസ്റ്റ് ഓഫീസ് തുറന്നിട്ടില്ല. ഇപ്പോഴും അത് തുറക്കാനുള്ള ഒരു ശ്രമം അവിടെ ആളുകളുടെ ഭാഗത്തും ഉള്ളിൽ നിന്നുള്ള ആളുകൾ അത് വലിച്ചു തുറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോഴും ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഈ പ്രധാന വാതിൽ അത് പൂട്ടി തന്നെ കിടക്കുകയാണ്. അത് ഇടയ്ക്ക് സമയത്ത് അതൊന്ന് തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനുള്ളിൽ KSUവിന്റെ കൊടിയും ഒപ്പം തന്നെ പ്ലക്കാർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് തുറക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ പോലീസ് അവിടുന്ന് മാറിയിട്ട്, പക്ഷേ ഈ വാതിൽ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. ഇതിനുള്ളിൽ ഇപ്പോഴും ഇവിടേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകളുണ്ട്. പല ആളുകളും പുറത്ത് കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ജീവനക്കാരെ അതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്ത് നിൽക്കുന്ന ഒരു ദൃശ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയ ജീവനക്കാരെയാണ്, അവർക്ക് ഇതിനുള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ട്. സംസ്ഥാനത്തെങ്ങും പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടെന്ന് KSUവിന്റെ പ്രതിഷേധം കോട്ടയത്ത് നടന്നതാണ്. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്.